ഒരു ഗ്രാമത്തിൽ ക്ലാര എന്നു പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവളുടെ അച്ഛൻ ഒരു ആപ്പിൾ തോട്ടക്കാരൻ ആയിരുന്നു. സ്നേഹം കൂടുമ്പോൾ അച്ഛൻ അവളെ ആപ്പിൾ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആപ്പിൾ അധികം ഇഷ്ടമായിരുന്നില്ല. അച്ഛൻ ആപ്പിൾ തോട്ടക്കാരൻ ആയതുകൊണ്ട് വീട്ടിൽ കഴിക്കാൻ മിക്കവാറും ആപ്പിൾ ആയിരിക്കും. അത് ക്ലാരയ്ക്ക് ഇഷ്ടം ആയിരുന്നില്ല. ക്ലാരയുടെ അച്ഛൻ അത്ര പൈസക്കാരൻ ആയിരുന്നില്ല. ക്ലാരയ്ക്ക് അമ്മ ഉണ്ടായിരുന്നില്ല. ക്ലാര ഒറ്റമകളാണ്. ഒരു ദിവസം ക്ലാര അച്ഛനോട് കഴിക്കാൻ പിസ്സ വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു. എന്നാൽ അച്ഛന്റെ കയ്യിൽ വേണ്ടത്ര പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാളെ വാങ്ങി തരാമെന്ന് പറഞ്ഞ് അച്ഛൻ ഒഴിഞ്ഞുമാറി. പിറ്റേ ദിവസം സ്കൂൾ വിട്ട് ക്ലാര കൗതുകത്തോടുകൂടി ബാഗ് മാറ്റിവെച്ച് അടുക്കളയിൽ വന്നു നോക്കി. അന്നും പത്രത്തിൽ ആപ്പിൾ ചോർ ആയിരുന്നു. അത് അവളെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അവൾ അച്ഛനോട് ഒന്നും മിണ്ടാണ്ട് കിടന്നുറങ്ങി. അന്ന് അച്ഛൻ അവൾക്ക് ഒരു വാക്ക് കൊടുത്തു, നാളെ വാങ്ങി തരാമെന്ന്. ക്ലാര വിശ്വസിച്ചു. പിറ്റേന്നു അവൾ പറ്റിക്കപ്പെട്ടു. അച്ഛൻ വീണ്ടും നാളെ എന്ന് ആവർത്തിച്ചു. അത് അവളിൽ ദേഷ്യം ഉണ്ടാക്കി. ക്ലാര അന്ന് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നത് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെയാണ്. എന്നാൽ അവളെ കാത്തിരുന്നത് അവൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനമായിരുന്നു. വീട്ടിൽ എത്തിയതും അവൾ ആ സമ്മാനം കണ്ട് ഞെട്ടി. ഒരുപാട് സന്തോഷിച്ചു. വലിയൊരു ബോക്സിൽ അവൾക്ക് വേണ്ടി എന്തോ ഒന്ന് അച്ഛൻ കരുതി വെച്ചിരുന്നു. ആദ്യം അവൾ കരുതി അവൾക്ക് വേണ്ടി അച്ഛൻ പിസ്സ വാങ്ങിയെന്ന്. ഒരുപാട് സന്തോഷത്തോടുകൂടി ക്ലാര ആഹാ പെട്ടി തുറന്നു നോക്കി. എന്നാൽ അവളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവൾ വിചാരിച്ച സാധനം അതിൽ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അവൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ആയിരുന്നു അതിൽ. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ആപ്പിൾ. അതിന് ഒരു വലിയ മതങ്ങയുടെ വലിപ്പവും നീളവും ഉണ്ടായിരുന്നു. കുറച്ചുനേരം അവൾ അത് കൗതുകത്തോടെ നോക്കി ഇരുന്നെങ്കിലും പിന്നീട് താൻ പ്രതീക്ഷിച്ച സാധനം കിട്ടാത്തതുകൊണ്ടുതന്നെ അവളിൽ ദേഷ്യം കൂടുതലുണ്ടാക്കി. അവൾ അത് വലിച്ചെറിഞ്ഞു. അച്ഛനോട് ഒരുപാട് ദേഷിച്ചു. അന്ന് അവൾ ഒന്നും തന്നെ കഴിച്ചില്ല. അച്ഛൻ അത് ഒരുപാട് വിഷമമുണ്ടാക്കി. പിറ്റേന്ന് അച്ഛൻ ആപ്പിൾ എല്ലാം തന്നെ മാർക്കറ്റിൽ വിറ്റ് പൈസ ആക്കി അവൾക്ക് പിസ്സ വാങ്ങണമെന്ന് തീരുമാനിച്ചു രാത്രി ഉറങ്ങി. എന്നാൽ രാവിലെ എഴുന്നേറ്റ് ആപ്പിൾ തോട്ടത്തിൽ പോയ അച്ഛൻ ആകെ തളർന്നുപോയി. കാരണം അവരുടെ ആപ്പിൾ മരങ്ങളിൽ ഒന്നും ആപ്പിൾ ഉണ്ടായിരുന്നില്ല. അയാൾക്ക് ഒരുപാട് വിഷമവും സങ്കടവും കൊണ്ട് അയാൾ കരഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് ആഹാരത്തിന് പോലും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്ലാര പതിവ് പോലെ സ്കൂളിൽ പോയി തിരിച്ചുവന്നു. ആഹാരത്തിന് വേണ്ടി ടേബിൾ വന്നു ഭക്ഷണം നോക്കി. എന്നാൽ ടേബിൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ക്ലാരയോട് നടന്നതെല്ലാം പറഞ്ഞു. അവർ രണ്ടുപേരും അന്ന് പട്ടിണി കിടന്നു. പിറ്റേന്ന് അച്ഛൻ അവൾക്ക് വേണ്ടി ഭക്ഷണത്തിനായി ടൗണിലേക്കെന്തേലും ജോലി അന്വേഷിച്ചു പോയി. വിശന്നു വലന്ന് ക്ലാര വീട്ടിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. പെട്ടെന്ന് ക്ലാരയുടെ മുന്നിൽ ഒരു ആപ്പിൾ കണ്ണിൽപ്പെട്ടു. അത് അവൾ ഇന്നലെ വലിച്ചെറിഞ്ഞ ആ വലിയ ആപ്പിൾ ആയിരുന്നു. അവൾ അത് കയ്യിലെടുത്തു മുറിക്കാൻ നോക്കി. ആ ആപ്പിൾ അവൾ മുറിച്ചു കഴിച്ചു. അവളുടെ വിശപ്പ് മാറുന്നതുവരെ കഴിച്ചു. അവൾക്ക് ആശ്വാസം ആയി. വിശപ്പ് മാറി. വയർ നിറച്ച് ക്ലാര പതുക്കെ ഒരു മയക്കത്തിലേക്ക് പോയി. അച്ഛൻ പണി കഴിഞ്ഞ് അവൾക്കുള്ള പിസ്സയുമായി വീട്ടിൽ എത്തി. എന്നാൽ അയാളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അയാൾ കണ്ടത്. അയാളുടെ ആപ്പിൾ മരത്തിൽ എല്ലാം കുറെ കായ്ച്ചു നിൽക്കുന്ന ആപ്പിൾ. അയാളിൽ ഒരുപാട് കൗതുകവും സന്തോഷവും നിറഞ്ഞു. ക്ലാരയോട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവൾക്കും സന്തോഷമായി. അവളും നടന്നതെല്ലാം പറഞ്ഞു. ആപ്പിൾ കഴിച്ച കാര്യം അച്ഛനോട് പറഞ്ഞു. അവർക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ആപ്പിൾ മരങ്ങൾ എല്ലാം ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന്. ക്ലാര ആ വലിയ ആപ്പിൾ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് അവർക്ക് പട്ടിണി നേരിടേണ്ടി വന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. പിന്നീട് ഒരിക്കലും ക്ലാര ഭക്ഷണത്തിനോട് നിന്ദന കാണിച്ചിട്ടില്ല. അതിനുശേഷം ക്ലാരയുടെ അച്ഛന്റെ ആപ്പിൾ തോട്ടത്തിൽ നിറയെ ആപ്പിൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവർ നാളുകൾ കഴിഞ്ഞപ്പോൾ വലിയ പണക്കാർ ആയി മാറി. ഇതുപോലുള്ള കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കല്ലേ.